ഹലോ, നമ്മൾ ഇന്നൊരു കൂമ്പ് തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമുക്കൊരു കൂമ്പ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മേൽത്തൊലി ഇങ്ങനെ അടർത്തി മാറ്റിയിട്ട് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇനി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊരു പകുതി എടുക്കുന്നുള്ളേ. നമുക്ക് അത്രയും മതി, പകുതി മതി. പിന്നെ അടുത്തൊരു തോരൻ കൂടി വെക്കാൻ വേണ്ടിയിട്ട് ഞാനതെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇത്രയും മതി. നമുക്ക് ഒരു കഷ്ണം സവോള അരിഞ്ഞതും 2-3 പച്ചമുളകും കൂടി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് തിരുമ്മി വെക്കണം. നന്നായിട്ട് തിരുമ്മിയിട്ട് അതങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. അതിന് ശേഷം സ്റ്റൗ കത്തിച്ചിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം. അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് കടുകും ഇട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ കുറച്ച് അരിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ അതൊരു നല്ല രസം ഉണ്ടാവും, അത് തോരൻ വേണ്ടി. അപ്പോൾ ഇത് മൂക്കുമ്പോഴത്തേക്കും നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന കൂമ്പും കൂടെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളൊരു അടപ്പ് കൊണ്ട് അടച്ച് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് സമയമായിട്ടുണ്ട്. നമുക്കിത് തുറന്നിട്ട് ഇതിനകത്ത് കുറച്ച് തേങ്ങ ചെറിയതും കൂടി ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 2-3 സെക്കൻഡും കൂടി ഒന്ന് ആവിക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഇത് ഇറക്കി വെക്കാവുന്നതാണ്. ഇനി ഏറ്റവും ലാസ്റ്റ് ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മണവും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടാവും തോരൻ. എല്ലാവരും ഉണ്ടാക്കുന്ന തോരൻ തന്നെയാണ്. എന്നാലും എൻ്റെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിത് ലഞ്ച് ബോക്സിനകത്തേക്ക് ആക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഡിഷ്, അതായത് കറി. ഓക്കെ, ബൈ.